അങ്ങനെ ഒരുപാട് നാളുടെ ബ്രേക്കിന് ശേഷം ഞങ്ങൾ വീണ്ടും സബിക്കി ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങി. അധികം പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, കാരണം സീസൺ അല്ല, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പോയതായിരുന്നു. പക്ഷേ നമുക്ക് പോയതിന് ഗുണമുണ്ടായി. ആദ്യം കുഴപ്പമില്ലാതെ തന്നെ 2-3 മീൻ അടിച്ചായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം ചെറിയ സൈസുള്ള മീനുകൾ തന്നെയാണ് അടിച്ചത്. കൂട്ടത്തിൽ കിട്ടിയതിൽ ഏറ്റവും ഫൈറ്റുള്ളതും ഏറ്റവും സൈസുള്ളതും ഈ ഒരു മീനായിരുന്നു. ഇത് അത്യാവശ്യം നല്ല ഫൈറ്റായിരുന്നു. അതുപോലെ തന്നെ മീൻ അത്യാവശ്യം നല്ല സൈസും ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്ത അടിച്ചത് 2 മീനായിരുന്നു കയറിയത്. ആ 2 മീൻ കയറിയതിൻ്റെ കൂടെ തന്നെ ഒരു പാലിൻ്റെ കവറും കൂടെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് നമ്മൾ ആദ്യം സ്ട്രൈക്ക് ചെയ്തത് പാലിൻ്റെ കവറായിരുന്നു. ഈ പാലിൻ്റെ കവറ് നമ്മൾ കളയാൻ വേണ്ടിയിട്ട് റിട്രീവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഹോൾഡ് ആയപ്പോഴാണ് ഈ മീനും കൂടെ അടിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവറ് കയറിയതിൻ്റെ ഭാഗ്യത്തിലാണ് ഞങ്ങൾക്ക് ഈ 2 മീനും കൂടെ കിട്ടിയത്. ഈ കവർ ഹോൾഡ് ആയില്ലായിരുന്നെങ്കിൽ ഇതും മിസ്സായി തന്നെയായിരുന്നു. ഇതായിരുന്നു ഇന്നത്തെ ഫിഷിങ്ങിലെ ക്യാച്ച് ഓഫ് ദി ഡേ മൂമെൻറ്റ്. നല്ല ഫൈറ്റായിരുന്നു. തൂക്കിയെടുത്തപ്പോഴായിരുന്നു ഈ സബിക്കി ഫിഷിങ്ങിൻ്റെ യഥാർത്ഥ ആക്ടിവിറ്റി അറിഞ്ഞത്. 6 മീനുണ്ടായിരുന്നു. ഹുക്കപ്പ് ചെയ്ത് തൂക്കിയെടുക്കുന്നതിൽ ഒരെണ്ണം മിസ്സായി, 5 കിട്ടിയുള്ളൂ. അപ്പം അത്യാവശ്യം നല്ല ഫൈറ്റും ചെയ്തിട്ടാണ് കിട്ടിയത്. ഈ സബിക്കി ഫിഷിങ്ങിൻ്റെ തന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ മീൻ തൂക്കിയെടുക്കുന്നത്. 8 ഹുക്കിൻ്റെ സബിക്കായിരുന്നു ഇട്ടത്, അതിൽ 6 മീൻ ഹുക്കായിരുന്നു. അത് തന്നെയാണ് ഈ സബിക്കി ഫിഷിങ്ങിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനും. ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത മീനുകൾ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ. അപ്പം അടുത്ത ഫിഷിങ്ങിൽ മീൻ കിട്ടുവാണെങ്കിൽ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.